കാസർഗോഡിന്റെ മൊഞ്ചുള്ള ചെക്കന്മാര് പരിപാടിയിലാണ്. എവന്റെ തന്തയാണ്. പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിർജിൻ ബോയ് എന്ന് റിസീവ് എന്ന് പറഞ്ഞിട്ട് ഗൗതം സാർ ഇതുവരെ ഒരു പെണ്ണിന്റെ നമ്പർ ചോദിച്ചില്ല. മൈരൻ ഗേ ആണ്. ഗൈസ് ഇന്ന് നമ്മൾ ചില്ലിങ് ആണ്. കനേഡിയൻസ് കാണും. ബീച്ചിൽ എന്തായാലും ഇന്ന് പെണ്ണുങ്ങൾ കാണും. ചെറുക്കന് വിർജിൻ ബോയ്ക്ക് ഇന്നൊരു പെണ്ണ് സെറ്റാനുള്ള പരിപാടിയിലാണ്. ഇന്ന് നമ്മള് ചില്ലിങ് ആണ് നമ്മള് ചെയ്യാൻ പോകുന്നത്. എന്റെ ഒറിജിനൽ പോയതാട്ടോ, നിങ്ങൾ തെറ്റിരിക്കല്ലേ. ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ ഉണ്ടല്ലോ അളിയ വജനര് ടോയ് മേടിച്ച് വെച്ചേക്കുന്ന കറയൊക്കെ പറ്റിട്ട് മുണ്ടച്ചി പോൻ. ഞാൻ അതൊക്കെ ഇട്ടാ ചെയ്യുന്നത്. യവനുണ്ടല്ലോ പ്ലഗി കൊണ്ട് എന്നിട്ട് കറണ്ട് അടിക്കുമ്പോ ആ വൈബ്രേഷൻ ഉണ്ടെന്ന്. ആ ടീമാണ് അവൻ സംസാരിക്കുന്നത്. യൂസ് ചെയ്താണ് ഈ മരുന്നൊക്കെ വെളുക്കാൻ വേണ്ടിട്ട് വെച്ചത്. അപ്പൊ നമുക്ക് ബീച്ചിലേക്ക് പോവാം. Apart from bro when I ate her bread, me I didn't hear from no one. I span that block on my pedal bike and I didn't see no one. I was linking fucks and dogging them out and hanging up cars like hold on. ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും മൈരന്മാര് റീലേക്ക് അത് കണ്ട് ഞാൻ മറന്നു കളിയാ. അണ്ടി താന്ന് കിടക്കും മയിര് ഊമ്പി, പിന്നെ ഒന്നേ ഉണർത്തിയെടുക്കണം. തൊടയിലൊക്കെ പിടിക്കുന്നത്, തൊടയിലൊന്നും പിടിക്കണ്ട കേട്ടാ. പിന്നെ ഇപ്പൊ ഈ കഞ്ചാവ് കേസായാലും കഞ്ചാവൊക്കെ ലീഗലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എപ്പോഴും ഇപ്പൊ ന്യൂസ് ഓപ്പൺ ആക്കിയ ഫുള്ള് കഞ്ചാവ് കഞ്ചാവ് കഞ്ചാവ്. അവർക്ക് അതല്ല വേറൊരു മറ്റേ അത് അതായത് ഇവർക്ക് ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ പൊടിയടിക്കുന്ന കൊക്കൈൻ അങ്ങനത്തെ ഡ്രഗ്സിനെതിരാണ്. കഞ്ചാവ് അതിപ്പോ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാരും യൂസ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നം വരുന്നില്ല. ഡ്രഗ്സ് അടിക്കുന്ന ഗുണങ്ങളാണ് ഇല്ലീഗൽ. ലാലേട്ടന്റെ നമ്മള് നാർക്കോട്ടിക്സ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കള്ള യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ കാര്യം നോക്കിയിട്ടാണ് നമ്മൾ പോണത്. ഇവന്റെ കാറില്ല. നാട്ടിൽ എത്ര രൂപയാവും ഇത്? അറിയത്തില്ല. 10-30-40 ലക്ഷം രൂപ വരും വണ്ടിക്ക്. 10-60 ലക്ഷം രൂപ വരും. അതേവന്റെ അവൻ എത്ര വയസ്സെന്നറിയാമോ? 23 വയസ്സ്. അത്രേ ഉള്ളൂ. അത് അധ്വാനിച്ചുണ്ടാക്കിയത്. അതിന് മുന്നേ എത്ര കാറ് മറിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പെണ്ണിനെ പോലും ഇത്രയും മറിച്ചിട്ടില്ല അവൻ. അങ്ങനെ അവൻ കാറ് മറിച്ചിട്ടുണ്ട്. ഡൂയിങ് ഗുഡ്. നമ്മൾ കുറച്ച് കുൽസിത പരിപാടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ കല്ലുകൾ തരം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം നോക്കും. ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ലിയോ ലിസ്റ്റ് എന്ന് പറയുന്നത്. എസ്കോട്ടാ ഇത്ര ഉപദേശം പറഞ്ഞിട്ട് പോകും 100 കൊടുത്തിട്ട് കളിക്കാൻ പോയി. അവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയും, അവൻ മറ്റേ ആണുങ്ങളെ സാധനത്തിൽ കയറിയിട്ട് അവൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലേ അവൻ 50 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങിച്ചെന്ന്. അവൻ വണ്ടി വാങ്ങിച്ച എങ്ങനെയാ ലീലിസ്റ്റിൽ അവന്റെ കൊത ഇടും. കർമ്മമാര് വരും, കുണ്ടന്മാര് കറങ്ങി അച്ഛനായിരുന്നു. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ വേറെ ഒരാളുണ്ട്, എല്ലാവരും അതും പറയും. പക്ഷെ ക്യാമറ ഓൺ ആക്കിയ ഡീസന്റ് ഇതുപോലെ ഒരു വൃത്തിയുള്ള മനുഷ്യൻ വേറെ ഇല്ല. ഒരു മനുഷ്യൻ എല്ലാരും വിചാരിക്കും നമ്മള് മണ്ടന്മാരാണ്. പക്ഷെ നമ്മളെ ഉള്ളിന്റെ ഉള്ളില് കുണ്ണത്തരങ്ങളുണ്ട്. ഇവൻ മണ്ടനാ, ഇവൻ പ്രോപ്പർ മണ്ടനാണ്. അവന്റെ തന്തയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ആ വഴി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗൈസ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ മൈരന്റെ വ്ളോഗ് ആ കൂടെ 5 പേര് കാണും, അതിലാണ് ഇടാൻ പോണത്. പക്ഷെ രക്ഷപ്പെടുവാൻ ഞാൻ എന്താ ചിന്തിക്കുന്ന അറിയോ, ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമുക്ക് ലുക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എല്ലാം എടുത്ത് നോക്കാൻ ഈ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മളിപ്പോ ഈ നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്ന നമ്മളെ പിള്ളേരിരുന്നിട്ട് കാണും ഈ മാമാരനും കൂടെ അച്ഛനെ വിളിച്ച് കളിക്കുന്നത്. നമ്മള് മെയിൻലി ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാ. നമുക്ക് ഉണ്ടാവുന്ന പിള്ളേർ മറ്റേ ഇവിടെ ഉണ്ടാവുന്ന ഒരു ആണുങ്ങളായിരിക്കും. അവന്മാര് മറ്റേ ഇംഗ്ലീഷിലൊക്കെ മതഫക്കർ അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മള് പച്ചക്ക് തന്തയ്ക്ക് അച്ചക്ക് തായോളി അത് ഇത് കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ പിള്ളേരതൊക്കെ കാണണം. നമ്മളെ വൈബ് വേറെ ആയിരുന്നു. പിന്നെ നമ്മളിപ്പോ 4-5 വർഷമായിട്ട് നമ്മളിപ്പോ കമ്പനി ഉണ്ട്. നമ്മളെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ
നടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴാണ് ഈ ഒരു വ്ളോഗ് തുടങ്ങുന്നത്. നമ്മളെ ചെറുപ്പകാലം നമ്മളെ പ്രൈം ടൈമിൽ കണ്ടില്ല. പ്രൈമിൽ ചെയ്യേണ്ട കാര്യം പ്രൈമിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ കുറച്ച് മെച്ചൂർഡായി. ഈ പൂരിമാൻ ഇത്ര നേരം എന്താ അവരാന്ന് വിളിച്ചെന്നറിയാം. മെച്ചൂർഡായെന്ന് പറയായി. ലോകത്തിനെ കൊണ്ട് റിസീവ് ചെയ്യാൻ പോണേ ഒരു പെണ്ണിന്റെ ഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്പർ. ഞാൻ നമ്പർ ചോദിക്കാം. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഞാൻ നമ്പർ ചോദിക്കാം. എനിക്ക് നമ്പർ കിട്ടിക്കഴിഞ്ഞാ നീ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുമ്പോ ആ മണലിൽ തൊളയിട്ടിട്ട് അണ്ടി കയറ്റണം. പറ്റുമോ? നമ്പർ മേടിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ജട്ടി ഇട്ടുണ്ട് അതിന് ഓടാൻ ജട്ടി ഇട്ടോണ്ട് പെണ്ണുങ്ങൾ മുന്നേ കൂടെ വിളിച്ചോണ്ട് കൂവിക്കൊണ്ട് ഓടണം. ഞാൻ ഓടിക്കോളാം. ഇവന് നമ്പർ ഇട്ടാണെങ്കിൽ ഞാൻ ഷട്ടി ഇട്ടുണ്ട് ഇതിലേക്കൂടെ അതിലേക്കൂടെ ഇട്ടോണ്ടാ ഷട്ടി ഇട്ടുണ്ട്. അവന് ഇട്ടാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഷട്ടി ഇട്ടുണ്ട് ഞാൻ ഇതിലേ. പക്ഷെ ഇവൻ നമ്പർ മേടിക്കണം. നമ്പർ മേടിക്കണം. നമ്മള് സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതെന്ത് കളിയവൻ ഇവന്റെ വേസ്റ്റൊക്കെ നോക്കി. എന്റെ ഡ്രസ്സിന് നിങ്ങളത് നോക്കി എന്താ പ്രശ്നം? എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. ഇത് കണ്ടാ UDF പരിപാടിക്ക് പാർട്ടി പരിപാടിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാടി ബ്രോ ഗൈസ് അവന്റെ അണ്ടി വരെ ഷീന. അണ്ടി വരെ ഷീന്ന് വാങ്ങിച്ച പറയൂല. Boy, it feels so wrong. Got paid, but I had to stretch it. Now I'm posted up trying to get it. She like, why you heartless? These hoes won't even get it. I got mad and I wanted to pull man up. If bros on go, don't tempt me. Don't even step with man if you're gonna explain to me why you left me. I was beefing guys that ain't got funds. Your line is slow, don't claim you shot. Dress code black in summer, same tracksuit, yo, man's not hot. Couldn't even book no hotel to my yeah that I know one spot. ബീച്ചിൽ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മള് വോളിബോളൊക്കെ കളിച്ചിങ്ങനെ സെറ്റപ്പായിട്ട് ഇറങ്ങി. വോളിബോൾ പോലൊരു കളി കളിച്ചു. പിന്നെ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിർജിൻ പോയി എന്ന് റിസീവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഗൗതം സാർ ഇതുവരെ ഒരു പെണ്ണിന്റെ നമ്പർ ഒന്നും ചോദിച്ചില്ല. ഭയങ്കര ഗേ ആണ്. കുണ്ണ ഭയങ്കര ഗേ. അങ്ങനെ ഇഷ്ടം പോലെ പെമ്പിള്ളേർ ഇവിടെ മൊത്തം ഇഷ്ടം പോലെ പെമ്പിള്ളേർ. അതൊന്നുമല്ല കാഴ്ച. അവൻ ചട്ടി ഇട്ടിട്ടില്ല ഓടാൻ. അതുകൊണ്ടാണ് കാഴ്ച ഞാൻ നമ്പർ വാങ്ങാറുണ്ട്. വേറെ ഒന്നുമില്ല. ഞാൻ ചട്ടി എന്റെ കൊച്ചു പിടിക്കും കൊണ്ട് എന്റെ കൊച്ചു പിടിക്കും കൊണ്ട് ഓടുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് കാഴ്ച ഞാൻ പെണ്ണുങ്ങൾ നമ്പർ വാങ്ങാത്തത്. കാസർഗോഡ് പള്ളിക്ക് ഇറങ്ങുമ്പോ സർവേക്കല് മാറ്റി വെച്ച് കേരളത്തിൽ കയറുന്ന ടീമുകളാ. ഇന്ത്യ കൂട്ടിയിട്ടില്ല ഇവരെ. ഇന്ത്യയിലെല്ലാവരും കൂട്ടിയിട്ടില്ല. ഇങ്ങനെ പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്ലെടുത്ത് പുറയ്ക്കും. കേരളത്തിൽ കയറിയതാണ് നമ്മളോട് കാനഡ മലയാളം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാ. പഠിച്ചു തുടങ്ങി. അവന്റെ ഫേസ് കട്ടിലുണ്ടാവും. കേരളത്തിൽ നല്ല വേറെ കാട്ടുവാസി കാസർഗോഡിന്റെ മൊഞ്ചുള്ള ചെക്കന്മാര്. ഓക്കെ, നമ്മള് ടിമ്മിൽ പോയി ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. ഈ കേരളത്തിൽ നിന്ന് നമ്മളോട് ഇവര് ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രന്റ് കേരളത്തിൽ നിന്ന് വന്ന ഇമിഗ്രന്റ് ആദ്യം കേരളത്തിന്റെ പാസ്പോർട്ട് എടുത്ത് കേരളത്തിന്റെ പാസ്പോർട്ട് എടുത്ത് കാനഡ. അപ്പോ ഓക്കെ ഗൈസ്, പരിപാടി കഴിഞ്ഞു. നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. I span that block on my pedal back, and I didn't see no one. I was linking fucks and dogging them out and hanging up cars at home.